ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് പാവയ്ക്കാത്തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ എൻ്റേതായ രീതിയിലൊന്നും ഉണ്ടാക്കുന്നതേ ഉള്ളേ. അതിനായി നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 6 7 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാമേ. 1 പിടി പച്ചമല്ലി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് ചുവക്കെ ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ മല്ലിയും മുളകും മൂക്കുകയുമില്ല, തേങ്ങ വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി നമുക്കിത് ആറാൻ വെച്ചതിന് ശേഷം നന്നായി അരച്ചെടുക്കണം. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കണം. വലിയ ഉള്ളികൾ ഉണ്ടെങ്കിൽ 2ആയി ഒന്ന് പിളർന്നിട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയേ. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇവിടെ എല്ലാം നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് വഴന്നാൽ മാത്രം മതി, അധികം ബ്രൗൺ നിറമൊന്നും ആകേണ്ട ആവശ്യമില്ല. ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർത്തും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ ചെറിയ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് വലിയ കനം കുറയാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പാവയ്ക്കയുടെ കൂടെ 3-4 പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചെറിയ ഉള്ളിയുടെ കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയുടെ കുറവുണ്ടെങ്കിൽ 2 സ്പൂൺ എണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പാവയ്ക്കയും ഉള്ളിയുമൊക്കെ തീരെ കനം കുറഞ്ഞ് അരിഞ്ഞു കഴിഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം തീയലിനൊക്കെ കുറച്ച് വലുതായിട്ട് അരിയുകയാണ് നല്ലത്. എല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കത് കുറച്ച് സമയം അടച്ചു വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മൂടി തുറന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം. ചെറിയ ഉള്ളി പെട്ടെന്ന് മൂട്ടിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. അര ഗ്ലാസ് മാത്രം വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. ഉള്ളിയും പാവയ്ക്കയും ഒന്ന് നന്നായി സോഫ്റ്റായി വരണം. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിള വരണം. പുളിരസമൊക്കെ നന്നായി ഒന്ന് പാവയ്ക്കയിലേക്ക് പിടിക്കണം. ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇവിടെ നന്നായി തിളയെല്ലാം വന്നിട്ടുണ്ട്. ഉള്ളിയും പാവയ്ക്കയും എല്ലാം നന്നായി വെന്ത് യോജിച്ചിട്ടുമുണ്ട്. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം തിളച്ച് നന്നായി ഒന്ന് യോജിക്കണം. ഇവിടെ തിളയെല്ലാം വന്ന് നന്നായി എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചാറെല്ലാം നന്നായി ഒന്ന് വെന്ത് കുറുകിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പാവയ്ക്കാത്തീയൽ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.